നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സമ്പാദ്യമായി BJP ഉയർത്തിക്കാട്ടിയത്, ഏറ്റവും വലിയ കാര്യമായി ഉയർത്തിക്കാട്ടിയത് അയോധ്യ രാമക്ഷേത്രം. അയോധ്യ രാമക്ഷേത്രത്തിൽ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഞെട്ടിത്തരിക്കുന്നത് അവിടെയുള്ള BJPക്കാർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും തുടക്കമെന്ന് പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്രം ഒരു വലിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന BJP സർക്കാരിന് തിരിച്ചടിയേകേണ്ടത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് അവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും ആരംഭിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടു. ആ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴിതാ കോടാനുകോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ UP തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അയോധ്യ രാമക്ഷേത്രം തിരിഞ്ഞുകുത്തുകയാണ് BJP. ഇന്ന് ഈ വിഷയമാണ് ബിഗ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ബിഗ് ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സമഗ്രമായ ഒരു ചർച്ച തന്നെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ തുടർന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ചർച്ചകളിൽ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട BJP പാനലിനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകണ്ട, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ പെട്ടുപോകുമെന്നുള്ളത്, അതായത് ഇതിൽ ഒരു ന്യായീകരണവും നിരത്താൻ കഴിയില്ല എന്നുള്ളത് BJP ആദ്യമേ തന്നെ സമ്മതിച്ച മട്ടാണ്. ഏതായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് UDF പ്രതിനിധി അഡ്വക്കേറ്റ് അഭിലാഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ്, നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം തന്നെ ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് പോവുകയാണ്. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ പറഞ്ഞതുപോലെ അയോധ്യ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ BJPയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കോടാനുകോടിക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഇതിനെ BJP ഇനിയും ന്യായീകരിക്കുക? BJPക്ക് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. BJPക്ക് മാത്രമല്ല, VHPക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് അവരായിരുന്നല്ലോ ഈ ശിലാന്യാസ് തുടങ്ങിയ പരിപാടികളുടെ ഏറ്റവും ഊർജ്ജസ്വലമായി രംഗത്തുണ്ടായിരുന്നു. ആർക്കും ന്യായീകരിക്കാൻ സാധിക്കാത്ത ശ്രദ്ധക്കുറവോ മോഷണമോ അഴിമതിയോ ഒക്കെയാണ് നടന്നിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. SIT അവരുടെ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അത് സീൽ ചെയ്ത കവറിലാണ് യോഗി ആദിത്യനാഥിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലെന്താണെന്നുള്ളത് ഒരു മാധ്യമവും ഇതുവരെ അതിന് സ്കൂപ്പോ എക്സ്ക്ലൂസീവോ അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒട്ടിച്ച കവറിലിരിക്കുകയാണ് ആ സത്യങ്ങളെല്ലാം തന്നെ. എന്തായാലും ഈ കാര്യത്തിൽ പറയുന്നത് 7 കോടിയുടെ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതേസമയം അഖിലേഷ് യാദവ് പറയുന്നത് 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഏത് തട്ടിപ്പായാലും അത് ചെയ്ത BJP അവരോട് തന്നെ ചെയ്ത വഞ്ചനയാണ്, അല്ലെങ്കിൽ VHP അവരോട് തന്നെ ചെയ്ത വഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവും എനിക്കില്ല. കാരണം ഇവരാരെയാണ് വഞ്ചിച്ചിരിക്കുന്നത്? സാക്ഷാൽ ശ്രീരാമനെ തന്നെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണ് രാം, രാമരാജ്യം തുടങ്ങിയ സങ്കല്പങ്ങൾ. അങ്ങനെ ഉദാത്തവാനായിട്ടുള്ള ഉത്തമ പുരുഷനായിട്ടുള്ള ആ രാമനെ തന്നെ വഞ്ചിക്കുന്ന, ആ രാമൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ ഇന്ത്യയുടെ അഭിമാനമായി, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് ഉയർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ കൊള്ള നടന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാകെ നാണക്കേടാവുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമജന്മഭൂമി എന്ന് പറയുന്നത് വളരെയധികം വിവാദങ്ങളുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അവിടെ ബാബർ കൊള്ളയടിച്ചു, ഹിന്ദു ക്ഷേത്രം കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്ന് ആരോപിച്ചിരുന്നത്. ചരിത്രത്തിൽ അത് കുറേയൊക്കെ സത്യമുണ്ട്. അത് KK മുഹമ്മദ് തന്നെ അത് പറഞ്ഞിരിക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ നിർമ്മാണത്തിൽ സജീവ പങ്കാളികളും ഭാഗഭാക്കുകളുമായിരുന്നത് BJPയും VHPയും ഒക്കെ തന്നെയല്ലേ? അവരുടെ ആൾക്കാർ തന്നെയല്ലേ ഏറിയ കൂറും ഈ രാമജന്മഭൂമി ട്രസ്റ്റിലുള്ളത്. ആ രാമജന്മഭൂമി ട്രസ്റ്റാണല്ലോ ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത്. അവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ നിർമ്മാണത്തിൽ പാളിച്ച പറ്റിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ അഴിമതി നടന്നിരിക്കുന്നു.
സംഭാവന ചെയ്തതെല്ലാം അവരിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ നികുതി പണം നമ്മൾ ഗവൺമെൻറ്റിൽ അടയ്ക്കുമ്പോൾ അത് നഷ്ടമാക്കുന്ന അഴിമതി പോലെ ഒരു അഴിമതിയാണ്. ജനങ്ങൾ കൊടുത്ത സംഭാവനയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അല്ലാതെ രാമജന്മഭൂമി ട്രസ്റ്റ് സ്വന്തമായി ഉണ്ടാക്കിയ പണമല്ലല്ലോ. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഒരു വഞ്ചനയും കൂടായി മാറുകയാണ്. ഒരു തരത്തിലും അതുകൊണ്ട് JJPക്കാർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഉചിതമായ ശിക്ഷ കൊടുക്കുമെന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് രാമജന്മഭൂമി ട്രസ്റ്റിനോട്. വളരെ ഗൗരവമായിട്ടാണിത് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. BJPയുടെ കാര്യം എനിക്കറിയില്ല. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തന്നെയുമല്ല, രാഷ്ട്രീയമായിട്ടും ഇതിന് പ്രാധാന്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനകം UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് BJPക്ക് വൻതോതിലൊരു തിരിച്ചടിയാകുമെന്നുള്ള ബോധ്യമായിരിക്കണം കുഞ്ചു ആദ്യം പറഞ്ഞ BJPയെ ആൾക്കാരെ അവരുടെ പ്രതിനിധികളെ നമ്മുടെ ഈ പാനലിലേക്ക് അയക്കുന്നില്ലെന്ന് അവർ കൈക്കൊണ്ട ഒരു തീരുമാനം നാണക്കേടാണ്. നാറിപ്പോകുന്ന ഒരു കേസാണ്. ദൈവത്തിൻ്റെ പങ്കിൽ കൈയിട്ട് വാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയതിൻ്റെ ഒരു പല ഇരട്ടി വലിപ്പമുള്ള ഒരു കുംഭകോണമാണ് നടന്നിരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിൽ ഒന്നടങ്കം കള്ളന്മാരാണെന്ന് പറഞ്ഞല്ലോ. അവർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്ന പോലെ രാമജന്മഭൂമി ട്രസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? ഒരൊറ്റയാൾ പോലും അയോധ്യ സ്ഥലം വിട്ടുപോകാൻ പാടില്ല. കാരണം അവരെല്ലാം കുറ്റവാളികളാണ്. ഇനിയിപ്പോൾ 45 ദിവസത്തിനകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കും. അപ്പോഴേ ഇതിൻ്റെ ശരിയായ വിശദാംശങ്ങൾ നമുക്കറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. 45 ദിവസം മാത്രമേ അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ അതിൽ നിലനിൽക്കുകയുള്ളൂ. അതിനപ്പുറം ഇത് ഡിലീറ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ SIT നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ അറിയുന്നത്, അതിൻ്റെ ദിവസം എന്ന് പറയുന്നത് 180 മാറ്റണം. കാരണം കള്ളത്തരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സമയമായിട്ടാണ് അവരിത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വലിയ തോതിലുള്ള ഒരു കറപ്ഷൻ നടന്നിടത്ത് കറപ്ഷൻ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഭാരതീയനും സംശയം ഉണ്ടാവാനിടയില്ല. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ് ഈ പറഞ്ഞതുപോലെ ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരിടമാണ് അയോധ്യ എന്നുള്ളത്. അത് മാത്രമല്ല, ഈ അയോധ്യയുടെ ഈ രാഷ്ട്രീയ പാരമ്പര്യം കൂടി ഒന്ന് പരിശോധിക്കാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫൈസാബാദാണ് അയോധ്യ നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലം. ആ ഫൈസാബാദിൽ ലല്ലു സിംഗ് എന്ന് പറഞ്ഞ് 2 തവണ മത്സരിച്ച് വിജയിച്ച BJP സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പരിഗണിച്ചത്. എന്നാൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അയോധ്യ രാമക്ഷേത്രം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെ തൊട്ടടുത്ത് കിടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് BJP. അന്നേ ജനങ്ങൾ കൈവിട്ടതല്ലേ? പിന്നെ ഈ നടക്കുന്ന തട്ടിപ്പിനും ജനങ്ങൾ കൃത്യമായി ചോദ്യം ചോദിക്കുകയില്ലേ? കുഞ്ചു, കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇവിടെ അയോധ്യയിൽ BJP തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അവിടുത്തെ ജനങ്ങൾ BJPയെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അവർക്ക് BJPയെ വേണ്ട. കാരണം 2021 മുതൽ ഈ അയോധ്യ ഭൂമിയുടെ ആ ട്രസ്റ്റ് ഈ അയോധ്യ ക്ഷേത്രം രാമക്ഷേത്രം നിർമ്മിക്കുവാനുള്ള ഭൂമി വാങ്ങുന്നത് മുതൽ അതിൽ ഉൾപ്പെടെ കാര്യമായ അഴിമതിയും കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ അതെല്ലാം അന്വേഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ SITകളാണ്. SITയുടെ ഈ അന്വേഷണവും ഒരിടവും ചെന്നെത്താൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഭൂമി വാങ്ങിയതിൽ ഉൾപ്പെടെ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പരിപാലനത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ കാണിക്കയായി ലഭിച്ചത് വെള്ളികൾ, സ്വർണ്ണക്കട്ടികൾ ഉൾപ്പെടെ കാണിക്ക ലഭിച്ചത് എല്ലാം ഏകദേശം 1500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അയ്യപ്പന്റെ സ്വർണം കട്ടുവെങ്കിൽ അവിടെ BJP രാമന്റെ വെള്ളിയും സ്വർണവും തങ്കവും അതുപോലെ നാണയത്തൊട്ടും പണവും കട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രണ്ടും ഒരു നാണയത്തിന്റെ വശങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ദൈവത്തിന്റെ പേരിൽ കൊള്ള നടത്തിയിരിക്കുകയാണ് ഈ രാജ്യത്തിലും ഈ കേരളത്തിലെ സംസ്ഥാനത്തിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കുഞ്ചു, ഒന്ന് ശ്രദ്ധിക്കണം. രാമജന്മഭൂമിക്ക് വേണ്ടി വസ്തു വാങ്ങിയതിൽ കേസ് നടത്തി ആ രാമജന്മഭൂമി സ്ഥലം സ്വന്തമാക്കി സുപ്രീം കോടതി വിധിയിലൂടെ അത് സ്വന്തമാക്കിയപ്പോൾ അതിനുശേഷം അതിനുവേണ്ടി വസ്തു വാങ്ങിയതിൽ വരെ ഏകദേശം 50 കോടിയോളം രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. രേഖകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിനുശേഷം ആ ക്ഷേത്ര നിർമ്മാണത്തിൽ ഇവിടെ ഇപ്പോ ക്ഷേത്രത്തിന് കാണിക്കയായി ലഭിച്ച
ഭക്തർ നിക്ഷേപിച്ച എന്തൊക്കെയാ ഉള്ളത്? കാണിക്കയായി സ്വർണം, വെള്ളി, അതുപോലെ തന്നെ പാദുകങ്ങൾ, മാലകൾ, ഹനുമാൻ സ്വാമിയുടെ ഗദ ഉൾപ്പെടെയുള്ളവ അവിടെ കാണിക്കയായി ഭക്തർ അർപ്പിച്ചിട്ടുണ്ട്. ആ കാണിക്ക ഭക്തർ അർപ്പിച്ച കാണിക്ക മാസങ്ങളോളം അവിടെ നിന്ന് മോഷണം ചെയ്തു കൊണ്ടുപോയി. ജീവനക്കാർ മാത്രമാണോ ഇതിന്റെ പിന്നിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ പോലത്തെ അമ്പലത്തിൽ കാണിക്ക എണ്ണാൻ ഇപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം CCTV മാർഗങ്ങളുണ്ട്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജീവനക്കാർ മാത്രമായി ഇത് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല, ഈ 150 ജീവനക്കാരുടെ പേരിലാണ് ഇപ്പോൾ കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ഈ CCTV കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ 150 പേരെ നിയന്ത്രിക്കുന്ന ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുണ്ട്, ഉന്നത ശക്തികളുണ്ട് എന്ന് SIT തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചമ്പത് ഉൾപ്പെടെ വീട്ടിലുൾപ്പെടെ അന്വേഷണം നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുമുണ്ട്. കൊച്ചു, ഇവിടെ ജീവനക്കാരെ ബലിയാടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ BJPയുടെ ഉന്നത നേതൃത്വം, ഉത്തർപ്രദേശിലുള്ള BJPയുടെ ഉന്നത നേതൃത്വത്തിന് ഇത് പങ്കുണ്ട്. അത് വ്യക്തമാണ് കാര്യങ്ങൾ. ഇത് അവസാനം കുറച്ച് ജീവനക്കാരുടെ പേരിൽ മാത്രം കുറ്റം ചുമത്തിയിട്ട് ബാക്കി നേതാക്കൾ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UPയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ ആരാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ നിയന്ത്രിക്കുന്നത്? അതവിടുത്തെ ഭരണാധികാരികളല്ലേ, സംസ്ഥാന ഗവൺമെന്റ് അല്ലേ നിയന്ത്രിക്കുന്നത്. ഇനി CBIയിലേക്ക് അന്വേഷണം പോയാൽ അതാര് നിയന്ത്രിക്കും? നരേന്ദ്രമോദി നിയന്ത്രിക്കും, BJPയുടെ അഖിലേന്ത്യാ കാര്യാലയം നിയന്ത്രിക്കും. അപ്പോ ഇതല്ല ശരിയായ രീതിയിൽ ഒരു അന്വേഷണമെങ്കിൽ സുപ്രീം കോടതി നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. കോടതിയുടെ നിയന്ത്രണം ഉണ്ടാകണം അതിൽ. എങ്കിൽ മാത്രമേ ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പേരിൽ നടത്തിയ കൊള്ളയാണിത്. ഇത് BJPക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. രാമക്ഷേത്രത്തിന്റെ പേരിൽ, രാമന്റെ പേരിൽ നടത്തിയ കൊള്ളയാണ്. ഇവിടെ അയ്യപ്പന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയെങ്കിൽ അവിടെ രാമന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ കൊള്ളയാണ്, അല്ല BJP നടത്തിയ കൊള്ളയാണ്. BJPക്ക് ഇതിൽ നിന്ന് തലയൂരാൻ രക്ഷയില്ല. ഇതും നാളുകളിൽ SIT അന്വേഷണം സത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ജീവനക്കാരെ പേരിൽ മാത്രം കുറ്റം ആരോപിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കുവാൻ ശ്രമിക്കും എന്നത് തർക്കമില്ല. കുഞ്ചു, തീർച്ചയായും വ്യക്തമാണ് ശ്രീ അഭിലാഷ്. ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ BJPക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോകാൻ കഴിയില്ല. ശ്രീ AK സാദിഖ്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നു, എന്തിന് പ്രധാനമന്ത്രിയെ കുറ്റം പറയണം, എന്തിന് യോഗി ആദിത്യനാഥിനെ കുറ്റം പറയണം എന്നൊക്കെയാണ് BJPക്കാർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയകളിലും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇവരെയൊക്കെ കുറ്റം പറയുന്നത്? ഈ 150 ജീവനക്കാരല്ലേ എന്നുള്ളതാണ്. പക്ഷേ അല്ല, ഈ 150 ജീവനക്കാരെ നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തി കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ പേരുണ്ട്. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ UPയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിടുമെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ BJPക്ക് ഉണ്ടായി എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ BJP എടുത്ത നിലപാട് നമ്മൾക്കറിയാം. അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരുടെയൊക്കെ നിലപാടിൽ ഇപ്പോൾ രാജ്യത്തെ മാത്രമല്ല, ലോകത്തൊരു പക്ഷേ ഹിന്ദുക്കൾക്ക് ഏറ്റവും മുസ്ലിങ്ങളുടെ മക്ക എന്നൊക്കെ പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ മക്കയല്ലേ രാമജന്മഭൂമി, ഈ പുതിയ അയോധ്യ ക്ഷേത്രം. 1526 ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്നാണ് അന്നോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കൃത്യം 500 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2026 500ാമത്തെ വർഷം. ബാബറി മസ്ജിദ് ഇപ്പോൾ ഇല്ല. നമ്മളുടെ രാമജന്മഭൂമി അയോധ്യ ക്ഷേത്രം മാത്രമാണ്. 2024 ജാനുവരി മാസം 22-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല എന്ന് പറയുന്ന ആ വിഗ്രഹം കർണാടകയിൽ നിന്നും 200 കിലോഗ്രാം ഭാരമുള്ള കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ആ വിഗ്രഹം അവിടെ അന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി. ആ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ വരെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത നോക്കണം, അത് പ്രധാനമന്ത്രിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഒരു സന്യാസിയാണ്. പ്രധാനമന്ത്രി അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നു, സന്യാസി പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ഭാരതം എങ്ങോട്ട് പോവുകയാണ്? ഇപ്പോൾ പണ്ടൊക്കെ അമ്പലങ്ങളിൽ നിന്നോ ക്ഷേത്രങ്ങളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കൊള്ള അടിച്ചു പോയിരുന്നെങ്കിൽ മുഗളന്മാരെയും
മുസ്ലിം ഭരണാധികാരികളെയും ഒക്കെ നമ്മൾക്ക് കുറ്റം പറയാമായിരുന്നു. ഇപ്പം ആരെ കുറ്റം പറയും? ഇപ്പോൾ ഇന്ത്യ 12 കൊല്ലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്ര മോഡി എന്ന പ്രധാനമന്ത്രിയല്ലേ? അദ്ദേഹം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷം മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിൽ നിന്നും 200 കോടിയോ 300 കോടിയോ 100 കോടിയോ 1 രൂപയോ ആയിക്കോട്ടെ, അത് ശ്രീരാമൻ്റെ പേരിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് 140 കോടി ജനങ്ങളുള്ള ഭാരതവും പിന്നെ പുറത്തുള്ളവരുമുണ്ട്. കോടിക്കണക്കിന് ഭക്തർ നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ സംഭാവനകളും കാണിക്കക്കൊള്ള എന്ന് മലയാളത്തിൽ പ്രാസം ചേർത്ത് പറയാൻ ഇപ്പം പറ്റും. കാരണം അവിടെ വഞ്ചി കൊണ്ടുപോയി ഇട്ടതാണ്. ആ കാണിക്കക്കൊള്ള നടത്തിയവരെ നമ്മൾ എന്ത് പേരിട്ടാണ് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ CBI ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോയപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ? അത്ര വലിയ തിരക്കൊന്നും വേണ്ട, തിങ്കളാഴ്ച തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് സമയമൊക്കെ കിട്ടുമ്പോൾ പതുക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാജ്യത്തിൻ്റെ അഭിമാനം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ദൈവത്തിൻ്റെ, ഇവിടെ ശബരിമലയിൽ നിന്നും കേസ് സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് ചെന്നപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ ചോദിച്ച ഒരു ചോദ്യം കുഞ്ചുവിന് ഓർമ്മയുണ്ടല്ലോ, ദൈവത്തെ പോലും അടിച്ചു മാറ്റുന്നവന്മാരാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ശ്രീരാമനപ്പുറം ഒരു ദൈവം ഈ ഭാരത മഹാരാജ്യത്തിനുണ്ടോ? ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കാണിക്ക് അടിച്ചു മാറ്റുന്ന ഇവരെയൊക്കെ എന്തു പേരിട്ടായിരിക്കണം സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ വിളിക്കേണ്ടത്? പക്ഷേ അവിടെയും മെല്ലെ പോക്ക്. എന്താ? ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട്. ഇവിടെ നോക്കൂ, ഏതെല്ലാം വെള്ളി, ഇവിടെ 2-3 പേർ മൊഴി നൽകി വ്യവസായികൾ. ഇവിടെ വിജയ് മല്യയാണ് സ്വർണം കൊടുത്തതെങ്കിൽ അവിടെ 60 കിലോ വെള്ളിയുടെ വലിയ വലിയ കട്ടികൾ, അത് വെറുതെ ഒരു വ്യക്തി കൊടുത്തതല്ല, ഈ ജ്വല്ലറി ഉടമകളുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനകൾ ജ്വല്ലറിക്കാരുടെ കയ്യിൽ നിന്നും ശേഖരിച്ച 60 കിലോ അദ്ദേഹം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 60 കിലോ കൊടുത്തത് കാണാനില്ല. മറ്റൊരു വ്യവസായി 3 കിലോ വെള്ളി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിന് രസീതൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു രസീതൊന്നുമില്ല, അവിടെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അവസാനം വെള്ളിയുമില്ല, ഫോട്ടോയുമില്ല, ഒന്നുമില്ല. നോക്കണം, മൂടോടെ അടിച്ചങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ഈ പറയുന്ന നമ്മളുടെ ബഹുമാന്യനായ VSPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ്. ഉപാധ്യക്ഷൻ ഇത്രയാണെങ്കിൽ അധ്യക്ഷൻ ഇനി എന്തായിരിക്കുമെന്ന് വേറെ അന്വേഷിക്കേണ്ടി വരും. ചമ്പത് റോയ്. അതേസമയം അദ്ദേഹം ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ്. ഈ 2 സ്ഥാനവും വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിലേക്കും ഒക്കെയാണ് ഈ ഇതുവരെയുള്ള അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന ഈ ജീവനക്കാരുടെ വീടുകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞതെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി SIT നൽകുന്നുണ്ട്. അതെ, നൽകുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പണമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന എവിടെയാണെന്നൂടെ കേൾക്കുമ്പോൾ നമ്മൾക്ക് അല്പം ചിരി വരാതിരിക്കില്ല. ചാണകക്കുഴിയിലൊക്കെയാണ് എന്നുള്ള, അപ്പോൾ അവരെക്കുറിച്ച് പൊതുവേ പറയുന്ന ഒരു വാചകമാണത്. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിൽ ചാണകക്കുഴിയിൽ അവിടെ നിന്നുമൊക്കെ ഈ നോട്ട് അതേപടി ഇങ്ങ് കണ്ടെത്തിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വസ്തു വാങ്ങുന്നു, എയർപോർട്ടിൻ്റെ അടുത്ത് ആഡംബര ഹോട്ടൽ വാങ്ങുന്നു, ഇതെല്ലാം വാങ്ങുന്നു. എന്നിട്ട് ചോദിച്ചാൽ പറയുന്നത് എന്താ? ശ്രീരാമൻ, ജയ് ശ്രീരാമൻ എന്നും വിളിക്കുന്നതുകൊണ്ട് ശ്രീരാമൻ നേരിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതാണെന്നാണ്. ഈ ഇന്ത്യയിൽ നമ്മളുടെ ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റുകയില്ല. അപ്പോൾ മൊഴികൾ വന്നിട്ടുണ്ട്, SIT കർശനമായി നിന്നിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾക്ക് അല്പം ഇപ്പോൾ ആശ്വസിക്കാം. അതായത് VSP ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അല്ലേ? VSPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇദ്ദേഹം VSPയൊക്കെ ശരിയായിരിക്കും, VSPയുടെ പേരും പറഞ്ഞൊന്നും ഇയാൾ രക്ഷപ്പെടാൻ നോക്കണ്ട, രാമഭക്തരെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. രാമഭക്തരെയും VSPയെയും കൂടെ വഞ്ചിച്ചു എന്നും പറഞ്ഞു. കാരണം പേര് പോകുന്നത് ഇദ്ദേഹത്തിനാണ്, നേട്ടം മൊത്തം കിട്ടുന്നത്, പേര് പോകുന്നത് മുഴുവൻ VSPക്കും കൂടെയാണ്. അതുകൊണ്ട് അലോക് കുമാറാണ് പറഞ്ഞത്. അതെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞു. അയാൾ തള്ളി. അത് നല്ല കാര്യമാണ്. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ CPMുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി സപ്പോർട്ട് ചെയ്തു കൊടുക്കും.
ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസുകാരെ ആക്രമിക്കാൻ പോയെന്നൊരു മുൻ മുഖ്യമന്ത്രി വരെ പറഞ്ഞ ഈ നാട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ആശ്വസിക്കാം. ഇത്രയും മോഷണം നടത്തിയെങ്കിലും ആ VHPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മൾക്കാകെ ഉള്ള ഒരു നല്ല കാര്യമായിട്ട്, ആശ്വാസമായിട്ട്, ഒരിടക്കാല ആശ്വാസമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ വരെ കാണാവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഉപ്പ് തിന്നുന്നവൻ അത് അയ്യപ്പനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും ആ ശക്തി ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യ മാത്രമല്ല ഉത്തർപ്രദേശ് മുഴുവനും പോകും എന്നുള്ളത് ഉറപ്പാണ്. ശരി, തീർച്ചയായും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ VHPയുടെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റാണ് ചമ്പത് റായ്. ഈ ചമ്പത് റായുമായി അടുപ്പമുള്ള ചില ക്ഷേത്ര ജീവനക്കാരുടെ വീടുകളിലൊക്കെ പരിശോധന നടത്തുന്ന, അവരുടെ വീടുകളിൽ നിന്നൊക്കെ ആഭരണങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് SIT അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര, അഡ്മിനിസ്ട്രേറ്റർ ഗോപാൽ റായ് അടക്കം 17 പേർക്കെതിരെ കേസെടുക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിന് മടിക്കുന്നത്? അങ്ങനെ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണോ, അല്ലെങ്കിൽ ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഒരു മൃദു സമീപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? SITക്ക് പേടിയായിരിക്കും. കാരണം എന്താണ് BJP പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായ്, അതുപോലെ VHPയുടെ നേതാവായിട്ടുള്ള കുഞ്ചു പറഞ്ഞ പോലെ അനിൽ മിശ്ര, ഇവരെല്ലാം ഇതിൽ പ്രതികളാണ്. ഏതാണ്ട് 150 ജീവനക്കാർ രാമക്ഷേത്രം ട്രസ്റ്റിന്റെ. ജീവനക്കാരെന്തായാലും പിടിയിലാകും, അല്ലെങ്കിൽ അവരെന്തായാലും അകത്താകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ജീവനക്കാരാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു മൊഴി വരുന്നത്. അല്ലല്ല, ജീവനക്കാർ മാത്രമല്ല, കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഇവിടെ നടന്നത്? അൺഅക്കൗണ്ടഡ് മണി ഗിവൺ വാസ് അൺഅക്കൗണ്ടഡ്, കണക്കുകളില്ലാതിരുന്നു. ഇതുപോലെ വലിയൊരു സംഭവമുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം. കാരണം ഈ ട്രസ്റ്റിലെ പലരും വലിയ റിയൽ എസ്റ്റേറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്, കോടിക്കണക്കിന് ആസ്തികൾ വരുന്ന സ്വത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് എവിടെ നിന്ന് വന്നു, അതായത് സ്വന്തം വരുമാനത്തിൽ കവിഞ്ഞ ആസ്തികൾ എങ്ങനെ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരുമാനത്തേക്കാൾ അധികം സ്വന്തം വരുമാനം, അതായത് നിയമപരമായ വരുമാനത്തേക്കാൾ അധികം സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വളരെ സുതാര്യമാണ്. ബാങ്കിങ്ങിൽ കൂടി മാത്രമേ ഈ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റൂ. ബാങ്കുകൾ അറിയണം ഇത് അൺഅക്കൗണ്ടഡ് മണി ആക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതും കള്ളപ്പണമാണ്. ഇതിലും ഗുരുതരമായ കേസുകളിലേക്ക് അങ്ങനെ സമ്പാദിച്ചവർ വീഴുമെന്നുള്ള ഉറപ്പാണ്. അല്ലാതെ രാമക്ഷേത്രം ട്രസ്റ്റ് ആയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, കർശനമായ നടപടി തന്നെ എടുക്കും. എന്തുകൊണ്ടെന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരെ അഭിമാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗമായിട്ട് ഉയർത്തിക്കാട്ടിയ ഒന്ന് ഇങ്ങനെ അപമാനത്തിൻ്റെ, സാറ് പറഞ്ഞ പോലെ ചാണകക്കുഴിയിൽ കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടം പിടിച്ച കാര്യം. ചാണകത്തിൻ്റെ ഒരു ഗുണമെങ്കിലും ഉണ്ട്, ഇറ്റ്സ് എ മാന്യൂവർ. നമ്മുടെ ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളുടെ വിളവും വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതങ്ങനെയല്ല, നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്ന ഒരു പാരസൈറ്റ് പോലെയാണ്. അല്ല, ഇതിലെ ഒരു കാര്യം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നതിന് ശേഷം പോലും തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ, അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന ആ മണ്ഡലത്തിൽ പോലും വിജയിക്കാനായിട്ട് BJPക്ക് സാധിച്ചിട്ടില്ല. ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയോധ്യയ്ക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഈ രാമക്ഷേത്ര കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അൻസാരിയൊക്കെ ഇതിന് അനുകൂലമായിട്ടിരുന്ന ആൾക്കാർ, അവിടെ ഈ മതജാതി ഭേദങ്ങളനുസരിച്ചൊന്നും അല്ല നിലപാടുകൾ ജനങ്ങൾ എടുത്തിരുന്നത്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ചുറ്റുമുള്ള അയോധ്യയിലുള്ള ആൾക്കാർക്കും വലിയ താല്പര്യമില്ല. ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് അത് നമുക്കറിയാം, LK അദ്വാനിയുടെ കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അവിടെ മണ്ഡൽ കമ്മീഷനെ അവർ നേരിടാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്നാണ് രാമരഥയാത്ര എന്ന് പറയുന്നത്. രഥയാത്ര നടത്തി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള കാര്യത്തിലല്ല, ഈ ഇന്ത്യ മുഴുവൻ ഈ പറഞ്ഞ ഈ മണ്ഡൽ കമ്മീഷൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ചുകൊണ്ട് BJPക്ക് വരാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നു അത് വളരെ അത് വിജയപഥത്തിൽ എത്തിച്ചപ്പോഴാണ് ഈ വലിയ ഉയരത്തിൽ നിന്നുള്ള ഈ വീഴ്ച. ഇറ്റ്സ് എ സ്പൂൾ ഓഫ് കറപ്ഷൻ ആയിട്ട്, കറപ്ഷൻ്റെ അഴിമതിയുടെ ചെളിക്കുഴിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിട്ട് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അഖിലേഷ് യാദവ് പറഞ്ഞു 200 കോടിയിലേറെ. അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള
അരവിന്ദ് കെജ്രിവാളും പറഞ്ഞിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 200 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ മാനങ്ങളുള്ള ഒരു അഴിമതിയുടെ ചെളിക്കുഴിയിൽ BJPയെ കൊണ്ടിടാൻ ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വളരെ വലുതാണ്. നമ്മുടെ ഈ ദേവസ്വം ബോർഡ് നമുക്കറിയാമല്ലോ, ശബരിമല കൊള്ള അത് CPMൻ്റെ പരാജയത്തിലെങ്ങനെ കലാശിച്ചു, അതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മറുവശത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ വേണ്ടി മറ്റൊരു നമ്മുടെ കോൺഗ്രസ് AICC അധ്യക്ഷനെ എതിരെയുള്ള ആരോപണവുമായിട്ട് അവർ കർണാടകത്തിൽ രംഗത്ത് വരുന്നുണ്ട്. രാഷ്ട്രീയം പലതരത്തിൽ കളിക്കുന്നു. എന്തായാലും ശരി, നമുക്ക് ഒരു മാസത്തിനകം ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്യും. അല്ല, ഇതിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഈ SIT സംഘം ഈ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ കൂടിയും UP സർക്കാർ ഇതിൽ കേസെടുക്കാൻ അമാന്തിക്കുന്നു എന്നുള്ളതാണ്. മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇതാ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ സെക്കൻഡിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും കേസെടുക്കാനായി തയ്യാറാകുന്നില്ല UP സർക്കാർ, മനഃപൂർവ്വം അത് വൈകിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരാരും തന്നെ ഈ ട്രസ്റ്റിൽപ്പെട്ട ഒരൊറ്റ ആൾ പോലും അയോധ്യ വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും അവിടെ തടവറയിലാക്കണം. മുഴുവൻ പേരെയും തടവറയിൽ, അയോധ്യയിൽ തന്നെ ഈ നമ്മൾ ഈ വീട്ടുതടങ്കലിൽ എന്ന് പറയുന്ന പോലെ അയോധ്യയിൽ തടങ്കലിലാക്കണം എന്നുള്ളതാണ് SIT നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കിയേ പറ്റൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയൊരു സ്ഫോടനത്തിലേക്ക് ഇത് യോഗി ആദിത്യനാഥിൻ്റെ പരാജയത്തിലേക്ക് കലാശിക്കും. ആ ഒരു ബോധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നടപടികൾ എടുത്തേ പറ്റൂ. ആ നടപടികൾ എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണ്ടി വരും. ശരി, ശ്രീ അഭിലാഷ്, ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എന്തിന് തങ്ങളെ പഴിക്കണമെന്നാണ് നേതൃത്വം ഇപ്പോൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേരെ എന്തിനാണ് നിങ്ങൾ ചോദ്യം ഉയർത്തുന്നത്? അല്ലെങ്കിൽ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ നേരെ എന്തിനാണ് നിങ്ങൾ ചോദ്യം ഉയർത്തുന്നത്? അവരാരും ഇതിൽ പങ്കാളികളല്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്ന സമയത്ത് മോദി വളരെ വീമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് അഴിമതി മുക്ത ഭരണമാണ് BJPയുടെ മുഖ്യമന്ത്രി എന്ന്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി, അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, രാമഭൂമിയിലെ ഈ തട്ടിപ്പ്, CBSEയിലെ ക്രമക്കേടുകൾ, അല്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിൽ കോടികൾ വാങ്ങി നടത്തിയ ക്രമക്കേടുകൾ, ഇതെല്ലാം ഇത്തരത്തിൽ നിരന്തരമായി ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതികളും കൊള്ളയും നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം അങ്ങോട്ടേക്ക് നീളില്ലേ? കുഞ്ചു, നമ്മൾ ഒരു മാസക്കാലമായി ചാനലുകൾ വച്ചു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളിൽ കൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണനേട്ടവും അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളുമാണ് TV ചാനൽ മുഴുവൻ ഉള്ളത്. അത് പരസ്യമാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പരസ്യത്തിലും രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടമായിട്ട് ഉയർത്തിക്കാണിക്കപ്പെടുകയാണ്. ആ ചരിത്രപരമായ നേട്ടം എന്ന് പറയുന്നത് നേരത്തെ സാദിഖ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ മതേതര ഇന്ത്യയിൽ, മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ, പ്രധാനമന്ത്രി പോയിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുകയാണ്. അതോട് തന്നെ മതനിരപേക്ഷത എന്നുള്ള ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ രാജ്യത്ത് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭരണ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ സോമനാഥ ക്ഷേത്രവും, ക്ഷേത്രങ്ങൾ മാത്രം, അതിലൊരു ക്ഷേത്രം, പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് രാമജന്മഭൂമി രാമക്ഷേത്രം എന്ന് പറയുന്നത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ, ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജാതിയെയും ഉപജാതിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ കൊണ്ടുപോകുന്ന രാജ്യമാണ് രാമരാജ്യം എന്ന് ഗാന്ധിജി സങ്കല്പിച്ചത്. പക്ഷേ ഇവിടത്തെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. ഒരു ഹൈന്ദവവൽക്കരണത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിൽ കൂടെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും തുടങ്ങിയത്. അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിൽ മുഴുവൻ അഴിമതിയാണ്. അതിൽ നിന്ന് അപ്പോൾ ആ രാമക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ, ഭൂമി വാങ്ങിയതിൽ ഉൾപ്പെടെ അഴിമതി നടന്നിട്ടുണ്ട്. അവിടെ വ്യാജ സൈറ്റുകൾ ഉണ്ടാക്കി. അവിടെ BJPയുടെ നേതാക്കൾ വ്യാജ സൈറ്റുകൾ, ഉത്തർപ്രദേശിൽ അയോധ്യയിലൊക്കെ വ്യാജ സൈറ്റുകൾ ഉണ്ടാക്കി ഭക്തരെ ചൂഷണം ചെയ്യുക. അപ്പോൾ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ വലിയ കൊള്ള നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ രാമക്ഷേത്രത്തിന് വേണ്ടി ഭൂമി വാങ്ങിയതിൽ ഉൾപ്പെടെ വലിയ കൊള്ള നടന്നു. അപ്പം അതിന് ആ സമയത്തെങ്കിലും
കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു അമ്പലത്തിൽ വരുന്ന തിരുപ്പതി പോലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ അമ്പലമാണ് തിരുപ്പതി. അവിടെയാണ് കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്നത്. അവിടെ തന്നെ ശാസ്ത്രീയമായ രീതിയിലല്ലേ അവിടെ കാണിക്കൽ, എത്ര വർഷമായി അവിടെ കാണിക്കുകയാണ്, കാണിക്കുക കൗണ്ട് ചെയ്യുന്നു. അവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ലല്ലോ. അപ്പോൾ ഇവിടെ അതിനുശേഷം 2024 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാമക്ഷേത്രത്തിൽ നിന്നും CCTV മറച്ചുകൊണ്ട് 1500 കോടിയുടെ കൊള്ള നടത്തിയെന്ന് പറഞ്ഞാൽ അതിന് സംസ്ഥാന നേതൃത്വമായ BJPക്കും അത് അവിടുത്തെ ഭരണാധികാരികൾക്കും അതിൽ നിന്ന് കൈയൊഴിയാൻ പറ്റുമോ? അപ്പോൾ നരേന്ദ്രമോദി സ്വന്തം അഹങ്കാരമായി അല്ലെങ്കിൽ സ്വന്തം നേട്ടമായി ഉയർത്തി കാണിക്കുന്ന രാമക്ഷേത്രത്തിൽ വലിയൊരു കൊള്ള നടന്നിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ? അതിൽ നിന്ന് കൈകഴുകി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇവിടെ രാജേന്ദ്ര സാർ പറഞ്ഞതിൽ എനിക്കൊരു എതിർപ്പുണ്ട്. ഇതൊന്നും തെളിയാൻ പോകുന്നില്ല, ഇതെല്ലാം അവിടുത്തെ ജോലിക്കാരിൽ ഒതുക്കി തീർക്കുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമി വാങ്ങിയതിലുള്ള അഴിമതിയുണ്ട്, കൊള്ളയുണ്ട്, ഈ വ്യാജ സൈറ്റുകളിലൂടെ കൊള്ള നടത്തിയിട്ടുണ്ട്, അതൊന്നും തെളിയാതെ പോവുകയാണ്. അതുപോലെ തന്നെയും ഇതും തീരും. ഇത് അവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾ മാത്രം ഒതുങ്ങി നിൽക്കും. ഇത് BSP എന്ന് പറഞ്ഞ എന്താ? സംഘപരിവാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവിടെ ചിലയിടത്ത് BJP RSSകാർ BHP ആവും, ചിലയിടത്തെത്തുമ്പോൾ ഹനുമാൻ സേനയാകും, ചിലയിടത്തെത്തുമ്പോൾ ശ്രീകാളി സേനയാകും. അങ്ങനെ ഓരോ പ്രദേശത്തെ എങ്ങനെയില്ല, ചിലപ്പോൾ മറ്റേതെങ്കിലും ഹൈന്ദവ ദൈവത്തിൻ്റെ പേരിലുള്ള സേനയായി മാറും. അത് സംഘപരിവാർ ശക്തികൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ പേരിൽ അവർ അറിയപ്പെടും. BSP RSSന്റെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടല്ലേക്ക് ഇന്ത്യയിലെ. അപ്പോൾ ഇവിടെ BJP നേതാക്കൾക്ക് ഇതിൽ പങ്കുകൊണ്ട് ഉത്തർപ്രദേശിലെ ഭരണ നേതൃത്വത്തിന് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിക്ക്, അതിൽ മന്ത്രിമാർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ വ്യക്തമായ അന്വേഷണം വേണമെങ്കിൽ സുപ്രീം കോടതി നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം വേണം. ശരി, തീർച്ചയാണ്. ശ്രീ AK സാദിഖ്, ഞാൻ തൊട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യം വീണ്ടും താങ്കളോടും ആവർത്തിക്കുകയാണ്. അതായത് ഇത് ചോദ്യമുന എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി രഹിതമായിട്ടുള്ള ഭരണമാണ് BJP കാഴ്ചവെക്കുന്നത് എന്ന് ഊറ്റം കൊള്ളുന്ന BJP കേന്ദ്ര നേതൃത്വത്തിനോട് പറയാനുള്ളത് മധ്യപ്രദേശിലേക്ക് ഒന്ന് നോക്കുക, അരുണാചൽ പ്രദേശിലേക്ക് ഒന്ന് നോക്കുക, CBSE ക്രമക്കേടുകളിലേക്ക് നോക്കുക, നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കുക എന്നുള്ളതാണ്. ഒരു പരീക്ഷാ കേന്ദ്രം, വളരെ NTA എന്ന് പറയുന്ന ഒരു പരീക്ഷാ കേന്ദ്രം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം എന്ത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഫ്രിസ്കിങ് രീതികളൊക്കെയാണ്. കുട്ടികളുടെ പോക്കറ്റ് വരെ തച്ച് അകത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തുന്നി വിടുന്ന ഒരു സാഹചര്യത്തിൽ പോലും അകത്തേക്ക് കയറുമ്പോൾ പണമുള്ളവന് നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുകയാണ്, അവന് ആൻസർ ഷീറ്റും കൈ കിട്ടുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകുമ്പോൾ ഇത് കേന്ദ്ര നേതൃത്വം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ തട്ടിപ്പാണ്? കേന്ദ്ര നേതൃത്വം അറിയുകയും ഈ കഴിഞ്ഞ 12 വർഷക്കാലം നടന്ന, ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലാണല്ലോ, ഇപ്പം നമ്മൾക്കൊരു ഗുണമുള്ളത് ഏറ്റവും അവസാനത്തെ മാത്രമല്ലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. കുഞ്ചു, മധ്യപ്രദേശത്തിലെ പഴയ മെഡിക്കൽ സീറ്റുമായി ബന്ധപ്പെട്ട കുറേ കേസുകളൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞതിലെ മധ്യപ്രദേശത്തിലെ ഉജ്ജയിനിയിലെ ഭൂമി കുംഭകോണം അല്ലേ, മോഹൻ യാദവ് മുഖ്യമന്ത്രി, അരുണാചൽ പ്രദേശിലുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയാണ്. അവിടെ ഒന്നാമത്തെ കാര്യം എന്താ, അഴിമതിക്കാരോ കുഴപ്പക്കാരോ ആയിട്ടുള്ളവരെ എല്ലാം പാർട്ടിയിൽ ചേർത്ത് അവരെ വെള്ളപൂശി BJP ആക്കി പൂർവാധികം ഭംഗിയായി ധൈര്യമായി ഈ മോഷ്ടിച്ചു കൊള്ളാനുള്ള അവസരം ഭരണഘടനാപരമായി അനുവദിച്ചു കൊടുക്കുക. ഒരു കള്ളനെ ഒരു ജീപ്പും പോലീസിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് യൂണിഫോം കൂടി ഇട്ടിട്ട് മോഷ്ടിച്ചോളാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സാധാ കള്ളന് ഒരു പോലീസിൻ്റെ യൂണിഫോം കൂടെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നൊന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാനൊന്നും ഒക്കുകയില്ല. കോൺഗ്രസിൻ്റെ എത്രയോ വർഷത്തെ ദുർഭരണവും അഴിമതിയും ഒക്കെ തുടച്ചു മാറ്റി അഴിമതി രഹിതമായ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന ഇന്ത്യക്കാരുടെ കള്ളപ്പണം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വീതിച്ചാൽ അന്നത്തെ ജനസംഖ്യ വെച്ച് 15 ലക്ഷം രൂപ വെച്ചൊക്കെ തരാമെന്ന് പറഞ്ഞൊക്കെ അധികാരത്തിൽ വന്നവരാ. നിർഭാഗ്യവശാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായി ബോധപൂർവം ഇവർ കൈകളിൽ കൊണ്ടുപോയി.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തതാണല്ലോ 2 രാജ്യസഭാ സീറ്റുകളിൽ കാണിച്ച പണി നമ്മൾ കണ്ടില്ലേ. ഒരിടത്ത് ജയിക്കാവുന്ന സീറ്റിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പേപ്പർ തള്ളിക്കളഞ്ഞു. അപ്പുറത്ത് ഒരു കാരണവശാലും BJPക്ക് കിട്ടാത്ത ഒരിടത്ത് വോട്ട് അടിച്ചു മാറ്റി ഒരുത്തനെ കൃത്രിമമായി ജയിപ്പിക്കാൻ വേണ്ടി തള്ളിക്കളഞ്ഞ അപേക്ഷ എടുത്ത് സ്വീകരിച്ചു കൊടുത്തു. എവിടെ പോവുകയാണ് നമ്മുടെ സുപ്രീം കോടതിയും ജനാധിപത്യവും ഒക്കെ? ഇനിയും ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. സുപ്രീം കോടതിയാണ് 2019 ഈ സ്ഥലം ഈ രാമജന്മഭൂമിക്ക് വേണ്ടി കൊടുത്തത്. ബാബറി മസ്ജിദുകാർക്ക് വേറെ എവിടെയോ 5 ഏക്കർ സ്ഥലവും കൊടുത്തത്. അത് എവിടെയാണെന്ന് കൊടുത്തവർക്കും അറിഞ്ഞുകൂടാ, വാങ്ങിച്ചവന്മാർക്കും അറിഞ്ഞുകൂടാ, അവർക്കത് വേണ്ട, അവർക്ക് വേണ്ട. ഇത് നേരത്തെ നമ്മുടെ ബഹുമാന്യനായ ശ്രീ രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ അവിടെ ഇതൊരു വിഷയമായിരുന്നില്ല. ഈ രാമജന്മഭൂമിയും ബാബറി മസ്ജിദ് ഉള്ള പള്ളിയിൽ പോകാൻ ആളില്ല, അപ്പോഴാ ഇനി ഇത്. അപ്പോൾ ഇത് അവിടെ ഉള്ളവർക്കല്ലായിരുന്നു, ഇത് രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ ആയുധമാണ്. മതത്തിനെ ചാരി വർഗീയത പറഞ്ഞ് പോയതാണ്. അവിടെ എൻ്റെ ചോദ്യം, ഇത്രയും വിഷയങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ട് സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് സ്വമേധയാ ഒരു കേസെടുത്തുകൂടാ? എത്രയോ കേസുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ സാന്നിധ്യം, പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇവരിൽ പലരുമൊക്കെ അവിടെ സാന്നിധ്യമുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ പരമപ്രധാനമായ ഇവിടെ നടക്കുന്ന ഈ കൊള്ള ആരും കേസുകാരണ്ട. ഇത് തന്നെ ഇപ്പോൾ പുറത്തറിഞ്ഞ എന്നാ? ഇത് കുറേ നാളുകൾ കൊണ്ട് നേരത്തെ ശ്രീ അഭിലാഷ് അത് സൂചിപ്പിച്ചു. വസ്തു വാങ്ങുന്ന കാലം തൊട്ട് ഈ വിഷയമുണ്ട്. ഇവിടെ ഒരു മഹിപാൽ സിംഗ് അവിടുത്തെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം കണ്ടുപിടിച്ചത്. കാരണം അദ്ദേഹത്തിന് അവിടെ വരുന്ന എമൗണ്ട് അറിയാം. എന്നിട്ട് അത് കണക്കിൽ വന്നത് നോക്കിയപ്പോഴത്തേക്ക് എത്രയോ കോടിയോ ലക്ഷക്കണക്കിനോ രൂപയുടെ ഷോർട്ടേജ്, 71 ഏക്കർ ഭൂമിയാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളത്. 35 സ്ഥലങ്ങളിലാണ് ഈ വഞ്ചി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ശബരിമലയിൽ പോലെ ഏതെങ്കിലും ഒരിടത്ത് മാത്രമായിട്ടല്ല, ഈ 35 അടുത്തേയും ഈ വഞ്ചിയിൽ നിന്നും, അത് അവിടുത്തെ വഞ്ചികളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല, ആ വഞ്ചിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വരണം. അതുപോലെ ഈ വെള്ളി, സ്വർണം, അതുപോലെയുള്ള കട്ടകൾ 1520 സ്വർണ്ണക്കട്ടയും വെള്ളിക്കട്ടയും കാണാനില്ല എന്നാണ് പറയുന്നത്. ഈ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഏറ്റവും അടിയിലായി ബേസായിട്ട് വെക്കാനായിട്ട് ആളുകൾ സംഭാവന കൊടുത്തതാണ് ഈ പറയുന്ന ഈ കട്ടകൾ, സ്വർണ്ണ വെള്ളി കട്ടകൾ. അപ്പോൾ ഇവർ വിചാരിച്ച് കാണും അതൊന്നും ഇല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ അവിടെ ഇരിക്കും. 200 കിലോ ഭാരമുള്ള കരിങ്കല്ലല്ലേ, ഇത് അടിച്ചു മാറ്റിയാൽ ഇപ്പോൾ ശ്രീരാമൻ ഇപ്പം വന്ന് എന്തായാലും നമ്മളെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഈ ഭക്തി കൂടുതൽ പറയുന്നവർക്ക് ഒരല്പം പോലും ദൈവഭയം ഇല്ല. ദൈവഭയമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ പണി കാണിക്കുമോ? അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളച്ചെക്ക്, ക്ലോൺ ചെക്ക് എന്നാണ് പറഞ്ഞത്. ക്ലോൺ ചെയ്ത ചെക്ക് ഇദ്ദേഹത്തിൻ്റെ വ്യാജ ഒപ്പിട്ട് ബാങ്കിൽ നിന്നും പണം അടിച്ചു മാറ്റിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമല്ലേ ആദ്യം കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പരസ്പര സഹകരണ അടിച്ചുമാറ്റൽ സംഘമാണ്. ഈ കൂടെയുള്ളവന്മാരെടുക്കെ പറയും എൻ്റെ കള്ളയൊപ്പിട്ട് നീ അടിച്ച് മാറ്റിക്കൊണ്ട് പോകണം, എന്നിട്ട് പണം എനിക്ക് തരണം, അപ്പം ഞാൻ രക്ഷപ്പെട്ടു, പണം എനിക്ക് കിട്ടും, പ്രതി നീയും ആകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബന്ധുക്കളെയൊക്കെ ആണല്ലോ അവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ 35 സ്ഥലത്തെ വഞ്ചിയിൽ നിന്നും പണം എടുത്തുകൊണ്ട് വരുന്നത് അവിടെ ഒന്നും CCTV ക്യാമറയില്ല. ഡിജിറ്റൽ യുഗമാണ് നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ. ഒരാളിൻ്റെ കയ്യിലും 5 പൈസ പാടില്ല. അമ്പലത്തിൽ പോലും GPayയോ അതേപോലെയുള്ളതൊക്കെ ചെയ്യാവുള്ളെന്ന് പറയുന്ന ഇവിടങ്ങളിലൊക്കെ പിന്നെ എങ്ങനെ ഇത് വരുന്നു? അപ്പോൾ സ്കാൻ ചെയ്ത് അതെ, അപ്പോൾ അത്തരത്തിൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഇവിടെ ക്യാമറ ഇല്ല, ഇനി അതേപോലെയുള്ള ഒരു സംവിധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബോധപൂർവം ഇത് ഇങ്ങനെ സംഘടിപ്പിച്ചത് തന്നെ സംഘടിതമായ ഒരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ SIT ഈ അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളുടെ യോഗി ആദിത്യനാഥ്, അത് പറയുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചതും കൂടെ കൂട്ടി വായിക്കാം. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് എന്തോ മഹാഭാഗ്യത്തിന് വന്നില്ല. വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവിടെ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടുകൊണ്ടായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ നമ്മുടെ ഇദ്ദേഹവും തമ്മിൽ, ചമ്പത്തും തമ്മിൽ എവിടെയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് അറിയണം.
ഇത് അവിടുന്ന് അസുഖം ഇങ്ങോട്ട് വന്നതാണോ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കാം. എന്തായാലും ഇവർ CJP ആണല്ലോ, അപ്പോൾ ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പിന്നെ CJPയുടെ ഭാഗമായിട്ടുള്ളൊരു കൊള്ളയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ ആട് കിടന്നെടുത്ത് കൂടെ പോലും ഇല്ല. 1 ഡസൻ പേര് ജയിലിൽ കിടന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒരാളും ഇല്ല. ഇവിടെ ഒരു കോടതിയുടെ നിരീക്ഷണത്തിലായിട്ട് പോലും ഇവിടുത്തെ സ്ഥിതി ഇതാണ്. അപ്പം പിന്നെ അവിടുത്തെ സ്ഥിതി പറയണോ? ഉത്തർപ്രദേശിലെ സ്ഥിതി. അതുകൊണ്ട് ഇത് വെളിച്ചം കാണാൻ പോകുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതിയിലോട്ട് ചെന്നിട്ട് പോലും സുപ്രീം കോടതി അവിടെ അവരും പതുക്കെ ഒഴിഞ്ഞു മാറി എന്താ ആയിക്കോട്ടെ, നമ്മൾ എന്തിനു വെറുതെ പോകണം എന്നുള്ള രീതിയിലാണ് അവരും ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ജീവനക്കാരെ മാത്രം ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവനക്കാർ മാത്രമല്ല, വൻ സ്രാവുകളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇതിൻ്റെ പങ്കും ഫണ്ടും ഒക്കെ അവിടെയൊക്കെ ചെന്നിട്ടുണ്ടാകും. അതുകൊണ്ടൊരു വലിയ അന്വേഷണം അത് CBIയുടേത്. ഇപ്പം CBI എന്ന് പറയാൻ നമ്മൾ പിന്നെ കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെ ആയിപ്പോകും. എന്നാലും അത്തരത്തിലുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ശ്രീരാമൻ്റെ ശക്തി കൊണ്ട്, ഇവിടെ അയ്യപ്പൻ്റെ ശക്തി കൊണ്ടെന്ന് പറഞ്ഞതുപോലെ അവിടെ ശ്രീരാമൻ്റെ ശക്തി കൊണ്ട് ഇതിനെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പ്രതീക്ഷ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ശ്രീ രാജേന്ദ്രൻ മന്ദളം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതായത് കണക്ക് വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും കൊടുക്കാനായിട്ട് ട്രസ്റ്റിന് സാധിച്ചില്ല. ട്രസ്റ്റ് തള്ളുകയാണ് ചെയ്തത്. എല്ലാത്തിനും മുകളിലാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്നതാണെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും മുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പോലും ഒരു ഉത്തരം ലഭിക്കാത്തതായി ട്രസ്റ്റ് മാറുന്നു എന്നുള്ളതാണ്. അതിനും വലുതാണോ ട്രസ്റ്റ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എനിക്ക് കുഞ്ചു ഈ പറയുന്ന രാമക്ഷേത്രം ട്രസ്റ്റിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ദൈവത്തിൽ ട്രസ്റ്റുണ്ട്. ദൈവത്തിൽ ട്രസ്റ്റുള്ള ഒരാൾ ഈ മോഷണം നടത്തുകയില്ല. ആ വിശ്വാസമുള്ള ആരും ഈ മോഷണം നടത്തുകയില്ല. ഇത് നമുക്കറിയാം. ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ നടന്ന കൊള്ളാം. ഒറ്റയാൾ വിശ്വാസികളായിട്ടുള്ളവരെല്ലായിരുന്നു. മുഴുവൻ നാസ്തികന്മാരും അതുപോലെയുള്ള പാർട്ടിയുടെ ആൾക്കാരുമായിരുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള ലാഭം കാക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആരും ശിക്ഷിച്ചില്ല. നമ്മളിപ്പോഴും അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധനകൾ തെലങ്കാനയിൽ പോകണം, അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ മീൻവയിൽ എന്താ സംഭവിച്ചത് നമ്മൾ നോക്കൂ. ദൈവം കൊടുത്ത ശിക്ഷ നോക്കൂ, കോടതി കൊടുത്ത ശിക്ഷ അവിടെ ഇരിക്കട്ടെ. CPMൻ്റെ സീറ്റുകളുടെ എണ്ണം 3-1 ചുരുങ്ങിയില്ലേ? ഇതുപോലെ ഗതികെട്ട ഒരു പാർട്ടിയായിട്ട് അവർ പോയില്ലേ? ഭരണം പോയില്ലേ? ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ കിട്ടാനാ? അത് കിട്ടി. ഞാനതാണ് പറഞ്ഞത്. UP തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരിക. ഇതിനകത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ദൈവം നടപടിയെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം എന്താണെന്ന് അറിയാമോ കുഞ്ചു? ഇതിനകത്ത് ഇൻവെൻട്രികൾ പരിശോധിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 3 അംഗം അടങ്ങുന്ന അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഇൻവെൻറ്ററികളിൽ മുഴുവൻ അനോമലീസ എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേടുകളാണ് നിറഞ്ഞിരിക്കുക. അത് ദിസ് ആൻ എവിഡൻസ്. ഇതാർക്കും ഇനി മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. ഒരു കോടതിക്ക് ഇത് കാണാതിരിക്കാനും കഴിയില്ല. കോടതി കേസുണ്ട്. പിന്നെ സിയാദ് സാർ പറഞ്ഞതുപോലെ തൽക്കാലം അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വിചാരണ ചെയ്യും. വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഇറ്റ് ഈസ് ആൻ എവിഡൻസ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഒന്ന്, പലരും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ. അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയും പൂട്ടു വീഴും. അതുകൊണ്ട് തന്നെ ഈ രാമക്ഷേത്രം ട്രസ്റ്റിൽ ഇപ്പോഴുള്ളവരിൽ VHPക്കാർ ആരൊക്കെയുണ്ടോ അവരെ മുഴുവൻ VHP അവർ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പുറത്താക്കണം. BJPയിലുള്ളവരുണ്ടെങ്കിൽ BJP പുറത്താക്കണം. അവരപ്പം BJPയുടെയും അല്ലെങ്കിൽ VHPയുടെയും രാഷ്ട്രീയമായ ഒരു പിന്തുണയും ഇല്ലാത്തവരാക്കി മാറ്റണം. അല്ലാതെ നമ്മുടെ CPM കാണിച്ച പോലെ അവരുടെ ദേവസ്വം ബോർഡായി ഇരുന്ന ആൾ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്നതിൻ്റെ പേരിൽ എടുക്കാതിരുന്നുകൊണ്ടാണ് പരാജയം പറ്റിയതെന്ന് ഇപ്പോൾ സമ്മതിച്ച് നടപടിയെടുത്തല്ലോ. സസ്പെൻഷനിലേക്ക് വന്നില്ലേ? അത് വൈകിയല്ല ചെയ്യേണ്ടത്. കുതിരയെ കൊണ്ട കെട്ടേണ്ടത് വണ്ടിയുടെ പിമ്പിലല്ല മുമ്പിലാണ്. ബസ്സിന് കൈ കാണിക്കേണ്ടത് ബസ് വരുന്നതിന് മുമ്പാണ്. ബസ് പോയി കഴിഞ്ഞല്ല. ഇപ്പോൾ നമ്മുടെ ആ ചൊല്ലുണ്ടല്ലോ, വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് ചിറ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ ആ നടപടി ഇപ്പോൾ ഉണ്ടാവണം. ആദ്യം കോടതിയുടെ നടപടിയും SITയുടെ നടപടിയും ഒക്കെ തുടരട്ടെ. പക്ഷേ ഇവർക്കെതിരെയുള്ള നടപടികൾ അതാത് പാർട്ടികൾ ചെയ്യണം. അതുപോലെ എൻറ്റയർ രാമക്ഷേത്രം ട്രസ്റ്റിലെ ആൾക്കാരെയും പറഞ്ഞു വിടണം. കാരണം അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, ക്ഷേത്രത്തിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, രാമനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ ആവശ്യം ഇനിയില്ല. അതുകൊണ്ട് പുതിയ ട്രസ്റ്റ് വരണം.
സത്യസന്ധമായ വ്യക്തിത്വങ്ങളുള്ള ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് വന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പറ്റൂ. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇതിൽ നടപടി എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ജനങ്ങളോട് സമാനം പറയേണ്ടി വരും. തീർച്ചയായും. ശ്രീ അഭിലാഷ്, പതിറ്റാണ്ടുകളായിട്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ചമ്പത് റായ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ചമ്പത് റായ്. ഈ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഒരു ഇടപെടൽ ചമ്പത് റായ് അവിടെ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് എന്ന് ഈ മുൻപുണ്ടായിരുന്ന ഘടകകക്ഷികളായി ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അവരിപ്പോൾ ആരോപണങ്ങളായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കടുത്ത RSS പ്രചാരകനാണ്, കാലാകാലങ്ങളായി RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് രാമക്ഷേത്ര പ്രസ്ഥാനത്തിന് ജീവിതം സമർപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. മുഴുവൻ സമയ RSS പ്രവർത്തകൻ കൂടിയാണ് ചമ്പത് റായിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു മുഴുവൻ സമയ RSS പ്രവർത്തകനായിട്ടുള്ള, അല്ലെങ്കിൽ BJPയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചമ്പത് റായ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. ചമ്പത് റായ്ക്കെതിരെ സംഘടനാ നടപടിയോ അല്ലെങ്കിൽ നിയമപരമായ നടപടിയോ ഏതൊന്നും ഈ ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷയില്ല. ഇപ്പോൾ നിങ്ങളൊരു വാർത്താ ചാനലിൽ വന്നൊരു ന്യൂസ് ഞാൻ ശ്രദ്ധിച്ചു. അയോധ്യ ക്രമക്കേടിൽ FIR എടുത്തു. എന്താണ് ക്രമക്കേടിൽ? ഏകദേശം 1500 കോടിയോളം രൂപയുടെ മോഷണമാണ് അവിടെ നടന്നത്. ക്രമക്കേടല്ല, ക്രമക്കേടും മോഷണവും വ്യത്യാസമുണ്ട് കുഞ്ചു. ഇവിടെ ഒരു പ്രമുഖമായ ചാനലിൻ്റെ ഫ്ലാഷ് ന്യൂസാണത്, ബിഗ് ന്യൂസാണത്. അപ്പോൾ ക്രമക്കേടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമക്കേടല്ല, മോഷണമാണ്. ഈശ്വരൻ്റെ പേരിൽ, ഭഗവാന്റെ പേരിൽ നടത്തിയ മോഷണമാണത്. ആ മോഷണത്തിന് കേസെടുത്തു എന്ന് തന്നെ പറയണം. അത് അങ്ങനെയാണ് FIR ഇട്ടിരിക്കുന്നത്. അതിന് ക്രമക്കേടെന്നല്ല പറയേണ്ടത്. അപ്പോൾ അതെല്ലാം ഇതെല്ലാം 100 വർഷം ഇവിടെ ആഘോഷിക്കുകയാണല്ലോ RSSകാർ. RSSന്റെ 100ാം വാർഷികം വിപുലമായ പരിപാടികളോടെ BCമാരെ വിളിക്കുന്നു, പൗരപ്രമുഖരെ വിളിക്കുന്നു, രാജ്യമെമ്പാടുമുള്ള ആഘോഷം, ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ആഘോഷം. അതിനിടയിൽ കുഞ്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ ജീവിതം മുഴുവൻ RSSന് വേണ്ടിയും സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി മാറ്റിവെച്ച ചമ്പത് റായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടണം. കാരണം അവർ RSSകാർ ഈ രാജ്യത്തിനോട് ചെയ്തിട്ടുള്ള ഇതെല്ലാമാണ്. പാവപ്പെട്ട ഹിന്ദു സമൂഹത്തിൻ്റെ പേരിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണിത്. ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ എന്താണ്? ലോക്പാൽ ബിൽ, അഴിമതി തടയുവാൻ പൂർണ്ണ സജ്ജമുള്ള ഒരു ലോക്പാൽ ബിൽ. ഇവിടെ 12 വർഷം പൂർത്തിയായി. എന്ത് ലോക്പാൽ ബില്ലാണ് അവതരിപ്പിച്ചത്? എന്ത് അഴിമതി നിരോധന നിയമമാണ് പുതിയതായി രൂപീകരിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിലവിലൊരു നിയമമുണ്ടായിരുന്നു. സുശക്തമായ UPA ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമത്തിൽ എങ്ങനെയെല്ലാം വെള്ളം ചേർക്കാമോ അങ്ങനെയെല്ലാം വെള്ളം ചേർത്തതല്ലേ ഈ നരേന്ദ്രമോദി ചെയ്തത് കഴിഞ്ഞ 12. അതിന് ഗവേഷണം എങ്ങനെയെല്ലാം വിവരാവകാശ നിയമത്തിനെ ദുർബലമാക്കാം അതെല്ലാം ചെയ്തു. അപ്പം അഴിമതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. നോട്ട് നിരോധനം ചെയ്തപ്പോൾ പറഞ്ഞ എന്താണ്? പുറത്തുള്ള കള്ളപ്പണം, ഇവിടെ ഇന്ത്യയിൽ നിറച്ച് കള്ളപ്പണമുണ്ട്, അത് പിടിച്ചെടുത്ത് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നരേന്ദ്രമോദി അന്നു മുതൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ്. അത് തന്നെ ഇവിടെയും സംഭവിക്കും. RSSകാരനും BHPയുടെയും BJPയുടെയും ഒക്കെ നേതാക്കൾ രാമൻ്റെ പേരിൽ, രാമഭഗവാന്റെ പേരിൽ വലിയ കൊള്ളയാണ് നടത്തിയത്. ഇതിൽ നിന്നും BJPക്ക് കൈകഴി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എത്ര PR വർക്ക് നടത്തിയാലും ശരി, നരേന്ദ്രമോദിക്ക് വേണ്ടി എത്ര മുഖമിനുക്കൽ നടപടികൾ സ്വീകരിച്ചാലും ശരി, ഇതിൽ നരേന്ദ്രമോദിക്ക് മറുപടി പറയേണ്ടി വരും. നരേന്ദ്രമോദി ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. യോഗി ആദിത്യനാഥും അതുപോലെ നരേന്ദ്രമോദിയും ഇതിന് മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. അതുപോലെ ഈ രാജ്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷ നടത്താൻ സാധിക്കാത്ത ഗവൺമെൻറ്. ഇവിടെ കുഞ്ചു തന്നെ സൂചിപ്പിച്ചു, ഒരു നീറ്റിൻ്റെ എക്സാമിനേഷൻ കയറുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആഭരണം ഉൾപ്പെടെയുള്ളത് മാറ്റണം. അത് പേന ഉപയോഗിക്കുന്ന ഗ്ലാസ് പെൻ ആയിരിക്കണം. ഫുൾ കൈ ഷർട്ട് ധരിക്കാൻ പാടില്ല. പെൺകുട്ടികളായാലും സ്ലീവ്ലെസ് ബാക്കി വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ഷോള് ധരിക്കാൻ പാടില്ല, തട്ടമിടാൻ പാടില്ല. ഇത്രയും കർശനമാക്കിയിട്ട് ഇവിടെ ചോദ്യ പേപ്പർ എടുത്ത് കൊടുക്കുവാണ് അപ്പുറത്ത്. ഫോട്ടോസെറ്റ് വഴി വലിയ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെയൊക്കെ ചോദ്യ പേപ്പർ ലഭിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി.
അത് നീറ്റ് പരീക്ഷയുടെ എത്ര പരീക്ഷകളാണ് അട്ടിമറിക്കപ്പെട്ടത്? 22 ലക്ഷം കുട്ടികളാണ് വീണ്ടും നീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായത്. അത് മാത്രമാണോ, ഇവിടെ ഹയർ സെക്കൻഡറി CBSE പരീക്ഷ നടത്തുവാൻ ഈ ഗവൺമെന്റ് നേരാവണ്ണം നടത്താൻ പറ്റിയില്ല. അതിൻ്റെ മൂല്യനിർണ്ണയം സ്കാൻ ചെയ്ത് AI മെത്തേഡിലൂടെയാ സ്കാൻ ചെയ്താണ് അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയത്. അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയിട്ട് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയപ്പോൾ അതിൻ്റെ പരീക്ഷാ പേപ്പറിന് അപേക്ഷ കൊടുത്തപ്പോൾ പകുതി പേപ്പറേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പരീക്ഷാ സംവിധാനങ്ങളെയും, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പരീക്ഷ സംവിധാനമായാലും ശരി, അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലുള്ള പരീക്ഷ, അതിലെല്ലാം അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതെല്ലാം നരേന്ദ്രമോദിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ഉലകം ചുറ്റുന്ന ബാലവനെ പോലെ ലോകം ചുറ്റി സഞ്ചരിക്കുകയാണ്. പക്ഷേ ലോക രാജ്യങ്ങൾക്കിടയിലോ ഈ രാജ്യത്തിന്റെ മൂല്യം ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി ശ്രീ AK സാദിഖ്, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇപ്പോൾ 8 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ട്രസ്റ്റിലെ അംഗത്തിൻ്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ വൈകിയാണെങ്കിലും UP പോലീസിന് ആ ഒരു ബോധം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യം, അതായത് പത്മകുമാറിലേക്ക് വരെ അന്വേഷണം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ എത്തുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇവിടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് എങ്ങും എത്താതെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 90 ദിവസം ഒരു കുറ്റപത്രം സമർപ്പിക്കണമെന്നും 90 ദിവസം സമർപ്പിച്ചില്ല എങ്കിൽ അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നും ഒക്കെ അറിയാത്തവരല്ല ഇവിടുത്തെ SIT സംഘവും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പിന്നിലുണ്ടായിരുന്നവരൊക്കെ. നേരെ മറിച്ച് ഇവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുവൻ സമയം RSS പ്രവർത്തകരാണ് ചമ്പത്രായി. സ്വാഭാവികമായിട്ടും അന്വേഷണം അവിടെ വരെ എത്തി നിൽക്കുകയാണ്. അതിൽ നിന്ന് അടുത്ത ഉന്നതിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ പോലെ ഇവിടെയും അല്ലെങ്കിൽ ഇവിടുത്തെ പോലെ അവിടെയും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണോ എത്തി നിൽക്കുന്നത്? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾക്ക് അത്ഭുതപ്പെടാൻ യാതൊരു അവകാശവുമില്ല. കാരണം ഇതിനപ്പുറവും ഒക്കെ ചെയ്യാനുള്ള കഴിവും എല്ലാ ഭരണ സംവിധാനവും ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാം കൈകളിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാജ്യം ഭരിക്കുന്നത്. മറ്റൊന്നാലോചിച്ച് നോക്കൂ, കേരളത്തിലെ ശബരിമല വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ദൈവത്തിലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അടിച്ചു മാറ്റിയെന്ന്. സ്വന്തം മതത്തിൽ മാത്രം വിശ്വാസമുള്ളതും മറ്റൊരു മതത്തിനോട് ഒരു താല്പര്യവുമില്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുത്വമാണെന്നും അത് ശ്രീരാമനാണെന്നും പറഞ്ഞ് രാജ്യം ഭരിക്കുകയും ബാക്കി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന, ഒപ്പം ലോകമഹാരാജ്യങ്ങളിൽ മതേതരത്വം ഇല്ലാതാക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ വിളിക്കുന്ന ജയ് ശ്രീറാം എന്നുള്ള ശ്രീരാമൻ്റെ പേരിൽ കൊടുത്തത് അടിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹത്തെ എന്താ ഇനി പറയേണ്ടത്? അപ്പോൾ അത്രയുമായിട്ടും മിണ്ടുന്നില്ല, അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. യോഗി ആദിത്യനാഥ് ആകെ പറഞ്ഞത് അന്വേഷിക്കും, വെള്ളവും പാലും രണ്ടും രണ്ടായിട്ട് അദ്ദേഹം തിരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ഇത് കൃത്യമായി ഈ ട്രസ്റ്റിനെ ആദ്യം പിരിച്ചുവിടണം, ഒരു സംശയവുമില്ല. ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയോട് ADM പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ അന്വേഷിക്കാൻ ചെന്നു. ചോദിച്ചത് ഇതാണ്: ഇവിടുത്തെ വരവെത്ര, ചെലവെത്ര, ഇവിടുത്തെ ആസ്തി എത്ര, ഇവിടുത്തെ ഭൂമി എത്ര? ഒരു കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുക അതെല്ലാം കോൺഫിഡൻഷ്യലാണെന്ന്. ഇത്രയും ഒരു വിഷയമുണ്ടായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു പോലും കൊടുക്കാൻ, ഈ അന്വേഷണവുമായി സഹകരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരാളാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഇതൊന്നും പുറത്തു കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല എന്നും, ഇവിടെ പറഞ്ഞതുപോലെ തന്ത്രിക്ക് മുകളിൽ ദൈവതുല്യരായ ആളുകളുണ്ടെന്ന് പറഞ്ഞതുപോലെ അവിടെ തന്ത്രിക്ക് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെയും അതുപോലെ ദൈവതുല്യരായ ആൾക്കാരൊക്കെ നമ്മുടെ ചമ്പത് റായിക്ക് മുകളിലുണ്ട് എന്നുള്ള ധൈര്യത്താൽ അവിടെയും ഇത് തന്നെ സംഭവിക്കും, മറ്റൊന്നും സംഭവിക്കില്ല. ജയ് ശ്രീറാം എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ 100 കോടിയിലധികം ഹിന്ദുക്കൾ ജയ് ശ്രീറാം എന്ന് ആത്മാർത്ഥമായി വിളിക്കുന്നതിന് അർത്ഥമുണ്ടാകും. ഇതിന് മുഴുവൻ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഇത് പുറത്തു വരും. അത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ കോടതിയിലും തോക്കും, ജനങ്ങളുടെ മുമ്പിലും തോക്കും, തെരഞ്ഞെടുപ്പിലും തോക്കും. സർവത്ര തോൽവി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ആ അർത്ഥത്തിൽ ഉണ്ടാകും. തീർച്ചയായും. ഏതായാലും അദ്ദേഹം പറഞ്ഞ ആ വാചകം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി മുക്തമായ ഭരണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന BJP തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുന്നു, കുംഭകോണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി എത്തിയ പണം പോലും അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് മുഴുവൻ സമയം RSS പ്രവർത്തകൻ
പോലും മാറിയിരിക്കുന്നു എന്നുള്ളത് BJPക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വൈകി വന്ന വിവേകം പോലെ ഇപ്പോൾ UP സർക്കാർ അല്ലെങ്കിൽ UP പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് സംശയം മാത്രമാണ്, ചോദ്യചിഹ്നം മാത്രമായി അവശേഷിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് മുന്നിലുള്ളത്. ഏതായാലും ഇന്ന് നമ്മോടൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് അഭിലാഷ്, AK സാദിഖ്, ശ്രീ രാജേന്ദ്രൻ പന്തളം, 3 പേർക്കും വളരെയധികം നന്ദി. ബിഗ് ന്യൂസിൽ മറ്റൊരു വിഷയമായി നാളെ കാണാം. ജയ് ഹിന്ദ്.